അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ സ്ഥാനാർത്ഥിക്കും വോട്ടില്ലാത്തത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. സനീഷ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അനീഷ്, തിരുവനന്തപുരത്ത് നിന്നുള്ള മുട്ടടയിലെ സംഭവം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമ പോരാട്ടമാണ് നടത്തുന്നത്. സ്ഥാനാർത്ഥിത്വം പോലും നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ പ്രചാരണത്തിൽ പോലും കോൺഗ്രസ് ഈ മണിക്കൂറുകൾക്കൊക്കെ കടക്കുകയാണ്. ആ സമയത്ത് കോഴിക്കോട് പക്ഷേ ഇതിലൊരു വീഴ്ച പറ്റിയതാണോ, ഇതിൽ കൃത്യമായി പരിശോധിക്കാത്തതാണോ എന്ന തരത്തിൽ CPM ഇത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. VM വിനുവിന്റെ വിഷയത്തിൽ ഏത് നിയമ പോരാട്ടം തന്നെയാണെങ്കിലും അത് ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു, അതിൽ എന്ത് പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്? അപർണ, ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വിഭിന്നമായ ഒരു സാഹചര്യമാണ് കോഴിക്കോട് നിലനിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം 2020 VM വിനുവിന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. 2020 മലാപ്പറമ്പ് ഭാഗത്താണ് VM വിനു താമസിക്കുന്നത്. മലാപ്പറമ്പ് ഭാഗത്തായിരുന്നു. അവിടെ 2020 അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല. അതായത് 2020 വോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആൾ തന്നെ ആയിരുന്നു VM വിനു എന്നാണ് പുറത്തു വരുന്ന വിവരം. 2023 പുറത്തിറങ്ങിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു എന്നാണ്. അത് ചില ഓർമ്മിപ്പിച്ചതായിരിക്കാം എന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. അതായത് 2020 വോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ 2023 പുറത്തിറങ്ങിയ അല്ലെങ്കിൽ അടുത്തിടെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവാത്തത്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും വോട്ടർ പട്ടിക വ്യത്യസ്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ ഈ ID കാർഡ് വോട്ടർ ID ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ പട്ടികയിൽ ഉൾപ്പെടുന്ന എല്ലാവരും ഒരുപക്ഷെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സാങ്കേതികമായ തകരാറുകൾ, ഒപ്പം ഈ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഈ വോട്ടർമാർക്ക് വോട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് കൃത്യമായ സമയത്ത് തിരിച്ചറിയുകയും അതിൽ അപ്പീൽ നൽകുകയും മറ്റു നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു കാരണവശാൽ അദ്ദേഹത്തിന് അത് കൃത്യമായി കണക്കുകൂട്ടാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് കരുതേണ്ടത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ പ്രകാരം 2020 VM വിനുവിനും വോട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ വോട്ട് ചെയ്തിരുന്നു എന്നാണ്. ഈ ബിന്ദു കമ്മനക്കണ്ടി എന്ന മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും സമാനമായ അവസ്ഥ തന്നെയാണുള്ളത്. അവർക്കും വോട്ടില്ല. അവർ ഈ അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ മറ്റ് ആളുകൾക്കൊക്കെ വോട്ടുണ്ട്, അവർക്ക് മാത്രമാണ് വോട്ടില്ലാത്ത ഒരു സാഹചര്യം. അതും ചില സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്ന ഒരു സംശയമുണ്ട്. എന്തായാലും തിരക്കിട്ട കൂടിയാലോചനകൾ DCCയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ DC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ VM വിനുവുമായി ജില്ലാ കളക്ടറെ കണ്ടിരുന്നു. ജില്ലാ കളക്ടർ ഇക്കാര്യം പരിഗണിക്കാം, അല്ലെങ്കിൽ ഇതൊരു അനുകൂലപൂർവമായ ഒരു തീരുമാനം ഭരണാധികാരി എന്ന നിലയിൽ തന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന ഒരു ഉറപ്പ് അദ്ദേഹം കൊടുത്തിരുന്നു. എന്തായാലും ആ ഉറപ്പിൽ വിശ്വസിച്ചാണ് ഇപ്പോൾ UDF ക്യാമ്പ് നിലനിൽക്കുന്നത്. ഇതിനുശേഷമാവും ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുക. ബിന്ദു കമ്മനക്കണ്ടിയും ഇപ്പോൾ DCCയിൽ എത്തിയിട്ടുണ്ട്. അവരും ഇത് സംബന്ധിച്ച എന്താണ് അനുബന്ധ നടപടിക്രമങ്ങൾ എന്നത് സംബന്ധിച്ച ഒരു ചർച്ച നടക്കുന്നു. എന്തായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറ്റവും ചൂടുപിടിച്ച ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. VM വിനു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഇന്ന് രാവിലെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. പ്രചാരണവുമായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു അതായത് അപ്പോൾ നേരത്തെ CPM ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കോൺഗ്രസ് ആണ് അവഹേളിക്കുന്നത്, വോട്ട് ചോരി എന്നതടക്കമുള്ള VM വിനുവിന്റെ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് CPM ആ തരത്തിൽ തന്നെ പ്രചാരണത്തിൽ അത് കൊണ്ടുവരുന്നുണ്ടോ? തീർച്ചയായും അക്കാര്യം. കാരണം ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന രീതിയിലാണ് VM വിനുവും മറ്റ് ആളുകളും കോൺഗ്രസ് നേതാക്കളും ഇതിനെ പറഞ്ഞത്. പക്ഷേ അത്തരത്തിൽ ഒരു ഇടപെടൽ CPMന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യം ഉണ്ടായിട്ടില്ല. VM വിനുവിനെതിരെ ഗൂഢാലോചന നടക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണ് എന്ന രീതിയിലാണ് CPM പറയുന്നത്. ഒരു കലാകാരനെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. VM വിനു മത്സരിക്കുന്നത് ഒരു തരത്തിലും തങ്ങൾക്ക് ഭയപ്പെടുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ തങ്ങൾ എതിർക്കുന്ന കാര്യമല്ല. സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും പറയുന്നു. ഒപ്പം ഈ തിരുവനന്തപുരത്ത് നടന്നു എന്ന് പറയുന്ന പോലെ ഈ പരാതി ഒന്നും CPM ഇതുവരെ നൽകിയിട്ടില്ല. അതായത് VM വിനുവിന്റെ വോട്ട് തള്ളിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും CPM പൂർണ്ണമായും അത്തരം ആരോപണങ്ങളെ തള്ളുകയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടലുകളും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. തിരക്ക് പിടിച്ച ആലോചനകൾ തന്നെ ഇപ്പോൾ DCCയിൽ നടക്കുന്നു. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ചേച്ചി ശോഭിതയുണ്ട്. ഈ പരക്കെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്താണ് സാങ്കേതിക നടപടിക്രമം മാത്രമാണോ അതോ ഈ മറ്റെന്തെങ്കിലും ആലോചനകൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? മറ്റെന്തെങ്കിലും ആലോചനകൾ
ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമുക്കറിയാം വോട്ട് ചോരി എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ സെൻട്രൽ ആ ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ അതിനേക്കാൾ സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഇത്തവണ 10,000-ഓളം വോട്ടുകൾ ഈ രീതിയിൽ ഡബിൾ എൻട്രി ആയിട്ടുള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ വോട്ടുകൾ എവിടെയും ഉൾപ്പെടാത്ത വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ വോട്ടുമായി ബന്ധപ്പെട്ട് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. മറ്റു കാര്യങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷം വോട്ടർമാർ ഇപ്പോൾ മലപ്പുറമിലാണ് താങ്കൾ മത്സരിക്കുന്നത്. അവിടെ തന്നെ പരിശോധനകളൊക്കെ ആരംഭിച്ചോ? ഇപ്പോൾ ഈ ഒരു വാർത്തയോട് കൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ. അപ്പോൾ അത്തരം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇതുപോലെ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് വോട്ടുകൾ ഈ രീതിയിൽ നീക്കം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം നമുക്കറിയാം ഈ ഒരു ഡീലിമിറ്റേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ തലത്തിൽ തൊട്ടുള്ള ഉദ്യോഗസ്ഥർ മുഴുവനും ഒരു യൂണിയൻ്റെ ആളുകളായിരുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും സ്ക്രൂട്ടിനിയിലും ഒക്കെ ഒരു ബന്ധപ്പെട്ട യൂണിയൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിൻ്റെ ചുമതലയിലുള്ളത്. അപ്പോൾ അവർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത്തരം മാനിപ്പുലേഷൻ നിർബന്ധമായി ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റു കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ പറയാൻ കഴിയൂ. എന്തായാലും UDF കക്ഷി നേതാവായിരുന്നു. കോർപ്പറേഷനിലെ പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി തന്നെ UDF അനുഭാവികളായ ആളുകളുടെ വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. വലിയ കൂടിയാലോചനകൾ ഇപ്പോൾ DCCയിൽ നടക്കുന്നുണ്ട്. എന്താണ് അനുബന്ധ നടപടിക്രമം, അനുകൂലമായ ഒരു നിയമപരമായ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുമോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അല്പസമയത്തിനകം DCC പ്രസിഡന്റും VMപിനും അടക്കമുള്ളവരും മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അപർണ. സനീഷ് കുമാറാണ് വിവരങ്ങൾ.